പെങ്ങാമുക്ക് ഹൈസ്കൂളിലാണ് നമ്മൾ ഇന്നുള്ളത്. പ്രവേശനോത്സവം ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ വന്നിരിക്കുകയാണ് ദാ കുട്ടികൾ കേട്ടോ. ഇത് ഏത് ക്ലാസ്സാ? ഞാനാ ആറ് ബി ആണിത്. ഈ ബെഞ്ചിൽ എന്താ 1 2 3 4 5 6 7 പേരിങ്ങനെ ഒരാൾ പുറത്തെത്തിയിട്ടുണ്ട്. എന്താണ് നിങ്ങൾ എല്ലാവരും ഇതിനകത്ത് ഇങ്ങനെ ഇത്രയും തിങ്ങി നിറങ്ങിയിരിക്കാനുള്ള കാരണം? വേറെ സീറ്റ് ഉണ്ടല്ലോ? വേറെ സീറ്റ് അവിടെ ഒക്കെ ഉണ്ടല്ലോ, സ്ഥലമൊക്കെ ഉണ്ടല്ലോ. എനിക്കറിയാം, നിങ്ങൾ ഫ്രണ്ട്സ് ആയോണ്ടല്ലേ, നിങ്ങളൊക്കെ ഒരുമിച്ചിരിക്കാൻ വേണ്ടിട്ടല്ലേ അല്ലേ? അതാണ്. അപ്പൊ നമ്മൾ 2 മാസത്തെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് സ്കൂളിൽ എത്തിയിരിക്കുകയാണല്ലേ. വെക്കേഷൻ ഒക്കെ അടിച്ചു പൊളിച്ചോ? ഇല്ലാന്നൊക്കെ പറയുന്നു. എന്താ അടിച്ചു പൊളിക്കാഞ്ഞേ? കളിക്കാനൊന്നും പോയില്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേ ക്ലാസ്സിൽ വരാൻ വേണ്ടി മടിയാണോ അതോ ഇഷ്ടാണോ? ഇഷ്ടാണ്. കൂട്ടുകാരെ കാണാൻ വേണ്ടിട്ട് ഇഷ്ടാണല്ലേ. അപ്പൊ നമ്മൾ ഈ 2 മാസമൊക്കെ മിസ് ചെയ്തോ ഫ്രണ്ട്സിനെ? 2 മാസം നമ്മളിങ്ങനെ വീട്ടില് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കളിക്കുക, അല്ലെങ്കിൽ അധികം ചിലപ്പോൾ ഫ്രണ്ട്സ് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഇവിടെ വരുമ്പോഴാണ് എല്ലാവരെയും കാണാനൊക്കെ പറ്റുന്നത്. അതിന്റെ ഒരു ഹാപ്പി ആണല്ലേ, എല്ലാവരും ഹാപ്പിയിലാണല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് പഠിക്കാനൊക്കെ തുടങ്ങിയോ? ഇന്ന് പഠിപ്പിച്ചോ എന്തെങ്കിലും? ഇല്ല. ഇവിടെ ഒരാളെ മാത്രം പഠിപ്പിച്ചോ? നിങ്ങളുടെ ക്ലാസ്സിൽ ബാക്കി ആരെയും പഠിപ്പിച്ചോ? അങ്ങനത്തെ കാര്യങ്ങൾ അല്ലേ. അപ്പൊ ഇന്ന് പ്രവേശനോത്സവമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടികള്? എന്തൊക്കെയായിരുന്നു രാവിലെ വന്നിട്ടുള്ള? നമ്മൾ സ്കൂളിൽ 2 മാസത്തെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് വരുമായിരുന്നു അല്ലേ? വന്നു കഴിഞ്ഞപ്പോ എന്തൊക്കെയായിരുന്നു സ്കൂൾ നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നേ? കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെ പരിപാടികളായിരുന്നു? പ്രവേശനോത്സവത്തിന്റെ പരിപാടികൾ എന്തൊക്കെയായിരുന്നു? മെഴുകുതിരി തന്നു. പിന്നെ അജയ് മാഷ് സംസാരിച്ചു. പിന്നെ അസംബ്ലി ഉണ്ടായിരുന്നു, പ്രതിജ്ഞ ഉണ്ടായിരുന്നു, പ്രാർത്ഥന ഉണ്ടായിരുന്നു. പിന്നെ സ്വീറ്റ്സ് തന്നോ? ലഡ്ഡു തന്നോ? എല്ലാവർക്കും മിഠായി തന്നോ? അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ക്ലാസ്സിൽ വന്നിരുന്നു അല്ലേ? അപ്പൊ കഴിഞ്ഞ വർഷം 5ാം ക്ലാസ്സിലായിരുന്നില്ലേ? ഈ വർഷം 6ാം ക്ലാസ്സിലേക്കായി. പുതിയ ക്ലാസ് ആയല്ലേ? ഫ്രണ്ട്സ് ഒക്കെ സെയിം ആണോ? കുട്ടികളൊക്കെ മാറിയോ ക്ലാസ്സിലെ? അപ്പൊ നിങ്ങൾ തന്നെയാണോ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഇങ്ങനെ ഒരുമിച്ചിരുന്നവര്? ഈ വർഷം നിങ്ങൾ തന്നെ ഒരുമിച്ചിരിക്കണം അല്ലേ? അങ്ങനെ വെക്കേഷൻ ഒക്കെ ആയപ്പോ നിങ്ങൾക്ക് മിസ് ചെയ്തോ? അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനൊക്കെ തോന്നിയോ? കാണാനൊക്കെ പോയിരുന്നു ഇടയ്ക്ക്? അടുത്താണോ വീട്? കുറച്ചു പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ടു. എല്ലാവരും കൂടെ കാണുന്നത് ഇപ്പോഴാണല്ലേ? അപ്പൊ നിങ്ങൾക്ക് സ്കൂൾ തുറക്കാനായിട്ട് പെട്ടെന്ന് സ്കൂൾ തുറക്കണം എന്നൊക്കെ തോന്നിയിരുന്നോ? ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിട്ട് തോന്നി അല്ലേ? പഠിക്കുന്ന കാര്യത്തിലോ? പഠിക്കുന്നത് വേണ്ട, ഫ്രണ്ട്സിനെ കാണുന്നത് മാത്രം മതിയോ? ഇന്ന് ഇപ്പൊ രാവിലെ വരുമ്പോ മഴയൊക്കെ ഉണ്ടായിരുന്നോ? ചെറുതായിട്ടുണ്ടായിരുന്നു. ഇഷ്ടമാണോ മഴയത്തൊക്കെ സ്കൂളിൽ വരാൻ? കൊടയൊക്കെ പിടിച്ച സ്കൂളിൽ വരുന്നത് രസമാണല്ലേ? അപ്പൊ അങ്ങനെ നല്ല എൻജോയ് ചെയ്ത് സ്കൂളിൽ വന്ന് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ എല്ലാവരും അടിച്ചു പൊളിച്ച് ഹാപ്പി ആയിട്ട് സ്കൂളിൽ വന്നിരിക്കുകയാണ്. ഇഷ്ടമായോ ഫസ്റ്റ് ഡേ? ഫസ്റ്റ് ഡേ നമുക്ക് ക്ലാസ്സിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം 5ാം ക്ലാസ്സിലായിരുന്നു, ഇപ്രാവശ്യം 6ാം ക്ലാസ്സിലാണ്. വേറെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ക്ലാസ് മാറി, പിന്നെ വേറെ എന്താ മാറ്റം എന്ന് വെച്ചാൽ ക്ലാസ് മാറിയ കാരണേ ഞാൻ ആകെ ക്ലാസ് ഒന്നും അറിയില്ലല്ലോ. എവിടെ പോയിരിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. ടീച്ചർ മാറോ? ക്ലാസ് ടീച്ചർ മാറിയിട്ടുണ്ടോ? മാറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് കഴിഞ്ഞ വർഷം മുഴുവൻ നമ്മൾ ഒറ്റയ്ക്ക് വന്ന് നമ്മുടെ ക്ലാസ്സിൽ വന്ന് ഇങ്ങനെ ഇരുന്നു. ഇപ്രാവശ്യം എവിടെ പോകണം എന്നറിയില്ല. അങ്ങനെ ഒരു ടെൻഷൻ, ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അല്ലേ? വന്നു കഴിഞ്ഞപ്പോ എന്തായിരുന്നു? വന്നു കഴിഞ്ഞപ്പോ കുറച്ച് പ്രതിജ്ഞ ചൊല്ലി, പിന്നെ എല്ലാവർക്കും മെഴുകുതിരി കൊടുത്ത് ലഡു തന്ന് അങ്ങനെയൊക്കെ ആയി. അപ്പൊ നമ്മുടെ ആ ഒരു കൺഫ്യൂഷൻ, ടെൻഷൻ ഒക്കെ മാറി ഫ്രണ്ട്സ് ഒക്കെ കൂടെ ഒരുമിച്ച് പിന്നെ പുതിയ ക്ലാസ്സിലേക്ക് വന്നു അല്ലേ? പുതിയ ടീച്ചറെയൊക്കെ പരിചയപ്പെട്ടോ? പുതിയ ടീച്ചറെ പിന്നെ വേറെ എന്തൊക്കെയാ നമ്മുടെ പുതിയ ക്ലാസ്സിൽ? കുട്ടികൾ മാറിയിട്ടുണ്ടോ? മാറിയിട്ടുണ്ട്. കുറച്ച് പേര് പുതിയത് വന്നിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട് അല്ലേ? ഷഫിൾ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയോ? കൂടെ ഉണ്ടായിരുന്നു? ഇല്ല. നമ്മള് 4 പേര് ഫ്രണ്ട്സ് ഇപ്പോഴും ഉണ്ടല്ലേ? ഓക്കെ. നമ്മളിങ്ങനെ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളിൽ വരുമ്പോ കുറച്ച് മടി തോന്നിയിരുന്നോ? ഇല്ല. സ്കൂൾ തുറക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു അല്ലേ? വെക്കേഷന് പോകുമ്പോ വിഷമം ഉണ്ടായിരുന്നോ? നമ്മള് മാർച്ചിൽ എക്സാം ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോ 2 മാസം ഫ്രണ്ട്സിനെ കാണില്ലല്ലോ എന്ന് വിഷമം ഉണ്ടായിരുന്നോ? ആ വിഷമത്തിന് 2 മാസം ഇരുന്നിട്ട് ഇപ്പൊ സ്കൂൾ തുറക്കാൻ കാത്തിരിക്കുന്നല്ലേ നമ്മള്. അപ്പൊ ഇപ്പൊ ഹാപ്പി ആയി. അങ്ങനെ നമ്മള് 6ാം ക്ലാസ്സിലായി, വലിയ കുട്ടികളായി. പഠിക്കാനൊക്കെ കുറെ ഉണ്ടാവോ ഇപ്രാവശ്യം? തോന്നുന്നുണ്ടല്ലേ? കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ല, ഇപ്രാവശ്യം കുറച്ചുകൂടെ പഠിക്കാനുണ്ടാവും അല്ലേ? അപ്പൊ പഠിക്കുന്ന കാര്യം ആലോചിച്ച് ടെൻഷൻ ഉണ്ടോ? കുറച്ച് ടെൻഷൻ. പിന്നെ നമ്മളിങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ കൂടെ ഇരുന്ന് എൻജോയ് ചെയ്യുന്നതിന്റെ ഇടയിൽ നമ്മളതൊക്കെ മറന്നിരിക്കുകയാണല്ലേ? വിശേഷങ്ങളൊക്കെ പറഞ്ഞു തീർത്തോ വെക്കേഷനിലെ? പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറെ കാര്യങ്ങളല്ലേ പറയാൻ? എല്ലാവർക്കും ഇതുപോലെ പറയണ്ടേ അല്ലേ? അപ്പൊ അതിന്റെ ഒരു തിരക്കിലാണ് എല്ലാവരും. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു വെക്കേഷൻ? കുഴപ്പമില്ല. അടിച്ചു പൊളിച്ചോ? സ്കൂളിൽ വരാനായിട്ട് മടി ഉണ്ടായിരുന്നോ? യൂണിഫോം ഒക്കെ ഇട്ട്
യൂണിഫോം ഇല്ല, ബാഗ് ഇല്ല, അങ്ങനെ നടന്നിട്ട് പിന്നെ കുറച്ച് ഇങ്ങനെ വീണ്ടും നമ്മളിങ്ങനെ പുതിയ ബുക്സ് ഒക്കെ പുതിയതാവുമ്പോൾ ഒരു രസമല്ലേ? ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കിട്ടിയോ? ഇല്ല, വാങ്ങിച്ചില്ല. വാങ്ങിക്കാൻ പോണേ ഉള്ളൂ അല്ലേ? അപ്പൊ പഠിക്കാനായിട്ട് നമ്മളിങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു വെക്കേഷൻ? സൂപ്പറായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. മാസ്ക് ഒക്കെ ഇട്ട് വന്നിട്ടുണ്ടല്ലോ. നമ്മളിങ്ങനെ മാസ്ക് ഒക്കെ ഇടണം, കൊറോണ വീണ്ടും ഉണ്ടെന്നൊക്കെ കേട്ടതുകൊണ്ട് മാസ്ക് ഇട്ടത്. അങ്ങനെ തന്നെയാണ്. ഇവിടെ തിരക്കിലാണെന്ന് തോന്നുന്നു. കാര്യമായിട്ടുള്ള പരിപാടികളാണല്ലോ. പേപ്പർ ക്രാഫ്റ്റ് ആണോ? സ്കൂൾ തുറക്കുന്ന സമയത്ത് ടെൻഷൻ ഉണ്ടായിരുന്നോ? പുതിയ ക്ലാസ്, പുതിയ ഫ്രണ്ട്സ്, എന്റെ ഫ്രണ്ട്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമെന്നൊക്കെ തോന്നിയിരുന്നോ? മാറിയോ? എന്നിട്ട് മാറിയോ? വേറെ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണല്ലേ ഇക്കൊല്ലം. അപ്പൊ 5ാം ക്ലാസ് വരെ നമ്മൾ വേറെ സ്കൂളിലായിരുന്നു. അപ്പൊ 6ാം ക്ലാസ്സിൽ ഇപ്പൊ പുതിയ സ്കൂളിലേക്ക് വന്നു. എങ്ങനെയുണ്ട് പെങ്ങാമുക്ക് സ്കൂളിൽ വന്നപ്പോ? നല്ല രസമുണ്ട്. വന്ന് നമ്മളിങ്ങനെ ആദ്യമായിട്ട് പുതിയ സ്കൂളിൽ വരുമ്പോ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നോ? ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ ഇവിടെ? ഈ സ്കൂളിൽ ഫ്രണ്ട്സ് ഉണ്ടോ? ഇപ്പൊ ഇന്ന് വന്ന് ഫ്രണ്ട്സ് ആയതാ? അപ്പൊ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് വരുന്ന സമയത്തെ രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോ കുറച്ചൊരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു ഒന്നുമില്ല, നമ്മളും ഫുൾ സ്ട്രോങ് ആണല്ലേ? ഇവിടെ വന്നപ്പോ ഇതാണോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഗാങ്? എല്ലാരെയും പരിചയപ്പെട്ടു ക്ലാസ്സിലെ? പരിചയപ്പെട്ടു. അപ്പൊ അങ്ങനെ നമ്മള് പുതിയ സ്കൂളിൽ തുടങ്ങാനായിട്ട് പോവാണല്ലേ? ഓൾ ദ ബെസ്റ്റ്. ഇവിടെ ഒരാള് വന്നപ്പോ തൊട്ട് ഡ്രോയിങ് ആണല്ലോ. ഭയങ്കര ബോറടിക്കേ? ഫസ്റ്റ് ഡേ വന്നപ്പോ തൊട്ട് ബോറടിക്കാൻ തുടങ്ങിയോ? രാവിലെ പഠിപ്പിക്കുന്നില്ല ടീച്ചർമാര്. അയ്യോ, പഠിക്കാനായിട്ട് വന്നതാണ്. അപ്പൊ പഠിപ്പിക്കുന്നില്ല എന്നുള്ളൊരു വിഷമം അല്ലേ? നാളെ തൊട്ട് കാണാം ഇനി. എന്താ? അതെ, പഠിക്കാനായിട്ട് 2 മാസം പഠിക്കാതിരുന്നോണ്ടേ ജൂണിൽ നമ്മൾ ക്ലാസ് തുടങ്ങുന്ന ദിവസം തന്നെ പഠിക്കാനായിട്ട് വന്നതാണ്. എന്താ അങ്ങനെ വിചാരിക്കാൻ കാരണം? വീട്ടിൽ നിന്നിട്ട് ബോറടിച്ചോ? കളിക്കാൻ വീട്ടിൽ എവിടെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല? കളിക്കാൻ തോന്നുന്നില്ലേ? അതെന്താ തോന്നാത്തെ? അറിയില്ല. കളിക്കണ്ടേ നമ്മള്? സ്കൂളിൽ കളിക്കാൻ തോന്നാറുണ്ടോ? സ്കൂളിൽ കളിക്കാൻ ഇഷ്ടാ, വീട്ടിൽ കളിക്കാൻ തോന്നാറില്ല അല്ലേ? അപ്പൊ എന്തായാലും കളിക്കാനും പഠിക്കാനൊക്കെ ആയിട്ട് വന്നതാണ്. ഇപ്പൊ ഡ്രോയിങ്ങിലാണ്. ഇനി ഇവിടെ വന്നതാ ഈ ബെഞ്ച് നിറയെ വീണ്ടും കുട്ടികളാണ്. 1 2 3 4 5 6 7 പേരാണ് ഈ ബെഞ്ചിലുള്ളത്. ഇങ്ങനെ തിക്കി നിരക്കി ഇരിക്കുകയാണ് എല്ലാവരും കഴിഞ്ഞ കൊല്ലവും ഇങ്ങനെ ഒരേ ബെഞ്ചിലിരുന്ന ആൾക്കാരാണോ? ബെഞ്ച് മേറ്റ്സ് ആണോ നിങ്ങള്? കഴിഞ്ഞ കൊല്ലവും ബെഞ്ച് മേറ്റ്സ്? ഇക്കൊല്ലം ഈ സ്കൂളിൽ വന്നതാണോ? ആഹാ, കഴിഞ്ഞ കൊല്ലം വരെ വേറെ സ്കൂളിൽ പഠിച്ച് ഇക്കൊല്ലം നമ്മൾ പെങ്ങാമുക്ക് സ്കൂളിൽ പഠിക്കാനായി വന്നതാണല്ലേ? പേരെന്താ? റിസ്വാൻ. ഇഷ്ടായോ സ്കൂള്? നല്ല സ്കൂളാണോ? ഇവിടെ വന്നപ്പോ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയോ? ഇവരെ മുൻപ് പരിചയമുണ്ടോ? അത് ഇവിടെ വന്ന് പരിചയപ്പെട്ടതാണോ? ഇവിടെ വന്നിട്ട്. അപ്പൊ രാവിലെ വരുന്ന സമയത്തെ നമുക്ക് ആരെയും പരിചയമില്ല, സ്കൂൾ പരിചയമില്ല, അപ്പൊ ടെൻഷൻ ഉണ്ടായിരുന്നോ? ഇല്ല, നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോകുന്നതാണ്. ഇവിടെ വന്നപ്പോ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി, എല്ലാവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക അല്ലെ? പരിചയപ്പെട്ടോ പുതിയ ഫ്രണ്ടിനെ? എങ്ങനെയുണ്ട് പുതിയ ഫ്രണ്ട്? നിങ്ങൾ സ്കൂള് 2 മാസമൊക്കെ കഴിഞ്ഞ് വരുമല്ലേ? മടി ഉണ്ടായിരുന്നോ? കുറച്ച് ഇഷ്ടമായിരുന്നല്ലേ? ഇവിടെ വന്നിട്ട് രാവിലെ പ്രവേശനോത്സവം പരിപാടികളൊക്കെ ഉണ്ടായിരുന്നില്ലേ? നന്നായോ പരിപാടികൾ? എങ്ങനെ ഉണ്ടായിരുന്നു വെക്കേഷൻ? കുഴപ്പമില്ല. സ്കൂളിപ്പോ എങ്ങനെയുണ്ട്? പുതിയ ക്ലാസ്സും പുതിയ കൂട്ടുകാരൊക്കെ എങ്ങനെയുണ്ട്? എല്ലാം കുഴപ്പമില്ല എന്നാണോ? എക്സാം ഒക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങനെ പോയതാ, പിന്നെ 2 മാസം കഴിഞ്ഞാ വരുന്നേ. കളിക്കാനൊക്കെ ചെയ്തിരുന്നോ? വെക്കേഷന് കുറെ കളിക്കാനൊക്കെ പോയോ? അപ്പൊ കളിക്കാനൊക്കെ ഇനി അധികം സമയമില്ലല്ലോ. നമുക്കിനി സാറ്റർഡേ സൺഡേ മുടക്ക് ദിവസങ്ങൾ മാത്രമല്ലേ കളിക്കാൻ പറ്റുള്ളൂ. അതിന്റെ വിഷമമുണ്ടോ? ഇല്ല, നമ്മൾ സ്കൂളിൽ കളിക്കും അല്ലേ? എങ്ങനെയുണ്ട് ക്ലാസ്? കുഴപ്പമില്ല. നമ്മളെ പ്രവേശനോത്സവം പരിപാടികളും അതൊക്കെ കഴിഞ്ഞ് പുതിയ ക്ലാസ്സിൽ വന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വെക്കേഷൻ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഹാപ്പിയാണ്. ഈ വെക്കേഷൻ നമ്മൾ ഫ്രണ്ട്സിനെയൊക്കെ മിസ് ചെയ്തിട്ട് 2 മാസത്തിന് ശേഷമാണല്ലോ വീണ്ടും കാണുന്നത്. അപ്പോൾ വിശേഷങ്ങൾ ഒരുപാടുണ്ട് പറയാനായിട്ട്. ഇനി ഒരുപാട് ഒരുമിച്ചിരുന്ന് കളിക്കാനും പഠിക്കാനും ഒക്കെ പോവാണ്. അപ്പോൾ പുതിയ ക്ലാസ്സിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാണ് നമ്മുടെ കുട്ടികൾ. പെങ്ങാമുക്ക് സ്കൂളില് പ്രവേശനോത്സവമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഫസ്റ്റ് ഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. നിങ്ങൾ എല്ലാവരും ഒരു ക്ലാസ്സിൽ പഠിക്കുന്നവരാണോ? ഏത് ക്ലാസ്സിലാ? 5th-ലാണ്. അപ്പൊ കഴിഞ്ഞ കൊല്ലം നിങ്ങൾ 4ാം ക്ലാസ്സിലായിരുന്നു, പ്രാവശ്യം 5ാം ക്ലാസ്സിലായി. വലിയ കുട്ടികളായി. എങ്ങനെയുണ്ട് 5ാം ക്ലാസ്? അടിപൊളിയാണല്ലേ? ക്ലാസ്സിലെ കുറെ കുട്ടികളൊക്കെ വേറെ ക്ലാസ്സിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷഫിൾ ആയിട്ടുണ്ടോ? നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ വേറെ ക്ലാസ്സിലായോ? ഫ്രണ്ട്സ് ഒക്കെ ഒരുമിച്ചാണ്. അപ്പൊ അടിപൊളിയാണല്ലോ, ഹാപ്പി ആണതുകൊണ്ട്
ഉണ്ട് എല്ലാവരും അല്ലേ? അപ്പൊ ഇന്ന് വരുന്ന സമയത്തെ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, യു ഫ്രണ്ട്സ് ഒക്കെ വേറെ ക്ലാസ്സിൽ പോകുന്നു ഉണ്ടായിരുന്നോ? പക്ഷെ വന്നപ്പോ മാറിയില്ല, സന്തോഷമായി. എങ്ങനെ ഉണ്ടായിരുന്നു പ്രവേശനോത്സവം? എന്തൊക്കെയായിരുന്നു പരിപാടികള്? രാവിലെ വന്നപ്പോ എന്തൊക്കെ ഉണ്ടായി? പിന്നെ പ്രയർ ഉണ്ടായിരുന്നു. അതൊക്കെ എന്നുള്ളതല്ലേ? പ്രവേശനോത്സവത്തിന്റെ സ്പെഷ്യൽ ആയിട്ട് എന്താണ്? ഡ്രോയിങ് ചെയ്തോ? എന്തൊക്കെയാ ഇഷ്ടമുള്ളത് വരച്ചോ? പിന്നെന്താ ഉണ്ടായിരുന്നെ വേറെ? ഫാമിലിനെ കുറിച്ചിട്ട് എഴുതി. മൈ ഫാമിലിയെ കുറിച്ച് എഴുതി. പിന്നെ ലഹരിക്കെതിരെ പോസ്റ്റർ എഴുതി. ലഹരിക്കെതിരെ പോസ്റ്റർ ഒക്കെ ഉണ്ടാക്കിയോ? എന്താ ലഹരിക്കെതിരെ നമ്മൾ ഉണ്ടാക്കിയ പോസ്റ്ററിൽ എന്താ ഒരു ടാഗ് ലൈൻ എന്തെങ്കിലും എഴുതിയത് ഓർമ്മയുണ്ടോ? ലഹരി ആരോഗ്യത്തിന് ഹാനികരം. പിന്നെന്താ എഴുതിയത്? നിങ്ങൾ ഉണ്ടാക്കിയില്ലേ? ഓക്കെ. പിന്നെ ഇന്നെന്താ വേറെ പ്രവേശനോത്സവത്തിന് വേറെ പരിപാടികൾ എന്തൊക്കെയായിരുന്നു? ലഡ്ഡു കിട്ടിയോ? മെഴുകുതിരി കിട്ടി. ആഹാ, ലഡ്ഡു കിട്ടി, മെഴുകുതിരി കിട്ടി, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ കിട്ടി. നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണല്ലേ? ക്ലാസ് ടീച്ചറൊക്കെ മാറിയോ? പുതിയ ക്ലാസ് ടീച്ചറാണ്, പുതിയ ക്ലാസ് ആണ്. പഠിക്കാനൊക്കെ തുടങ്ങിയോ? ഫസ്റ്റ് ഡേ തന്നെ തുടങ്ങിയോ? നാളെ മുതൽ തുടങ്ങും അല്ലേ? അപ്പൊ അങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. വെക്കേഷൻ ഒക്കെ അടിച്ചു പൊളിച്ചില്ലേ എല്ലാവരും? അങ്ങനെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ഫ്രണ്ട്സ് ഒക്കെ കൂടെ ഒരുമിച്ച് ആ ഒരു പ്രവേശനോത്സവം ഒക്കെ ഗംഭീരാക്കിയിട്ട് അങ്ങനെ നിൽക്കുകയാണ് അല്ലേ? ഹാപ്പി ആയിട്ട്. അപ്പൊ എന്തായാലും ഇനി പഠിപ്പിച്ചൊക്കെ തുടങ്ങും നാളെ തൊട്ട്. അപ്പൊ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. പെങ്ങാമുക്ക് ഹൈസ്കൂളില് ദാ കുറേ കുട്ടികളുണ്ട്. നിങ്ങൾ ഏതാ ക്ലാസ്സുകാര്? 8ാം ക്ലാസ്. 8ാം ക്ലാസ് ആണ്. 7ാം ക്ലാസ്സിൽ നിന്ന് നമ്മൾ ഹൈസ്കൂളിലേക്ക് മാറിയിരിക്കുകയാണല്ലേ? 8ാം ക്ലാസ്സുകാരായി, ഹൈസ്കൂളുകാരായി. എങ്ങനെയുണ്ട് ഹൈസ്കൂൾ സെക്ഷൻ? നന്നായിട്ടുണ്ട് അല്ലേ? പ്രവേശനോത്സവം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു നമ്മുടെ പരിപാടികൾ? പ്രവേശനോത്സവം ഫസ്റ്റ് ഡേ വന്നപ്പോ നല്ല രസമുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. 2 മാസം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് വന്നതല്ലേ? വെക്കേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? കളിക്കാനൊക്കെ പോയോ വെക്കേഷനില്? മഴ ഉണ്ടായിരുന്നോ രാവിലെ വരുമ്പോ? അങ്ങനെ മഴയൊക്കെ കൊണ്ട് നമ്മൾ സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ് 2 മാസത്തിന് ശേഷം. സ്കൂൾ വെക്കേഷൻ ആയ സമയത്ത് നമ്മൾ സ്കൂളിൽ ഏറ്റവും മിസ് ചെയ്തത് എന്ത് കാര്യം? ഫ്രണ്ട്സിനെ തന്നെയാണല്ലേ? ഫ്രണ്ട്സും ടീച്ചേഴ്സിനെയൊക്കെ നമ്മൾ 2 മാസത്തിന് ശേഷം കണ്ടതിന്റെ ഒരു ഹാപ്പിനെസ് ആണല്ലേ എല്ലാവർക്കും? എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് ഒക്കെ? ഒരേ ക്ലാസ്സിൽ തന്നെയാണോ അതോ ക്ലാസ് മാറിയോ ആരെങ്കിലും? ഒരാള് മാറിയിട്ടുണ്ട്, ഇവ മാത്രം മാറിയിട്ടുണ്ട്. ഇപ്പൊ മാത്രം മാറിയോ? അപ്പൊ ആവശ്യമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല അല്ലേ? ഇനി പുതിയ ഫ്രണ്ട്സ് അല്ലേ? അല്ലേ, എല്ലാവരും നമ്മൾ കാണുമല്ലോ. ഇന്റർവെൽ ടൈമിലൊക്കെ നമുക്ക് എല്ലാരെയും കാണാം. ക്ലാസ് ഒന്ന് അങ്ങോട്ട് മാറിയാലും കുഴപ്പമില്ല അല്ലേ? കുഴപ്പമില്ലല്ലോ. അവിടെ ഇല്ലേ ഫ്രണ്ട്സ്? അപ്പോ നമ്മള് ഇവിടെ സ്കൂളില് ഏറ്റവും നമ്മൾ വെക്കേഷനിൽ നമ്മൾ മിസ് ചെയ്ത ഫ്രണ്ട്സ് അല്ലേ? ആ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. വിശേഷമൊക്കെ പറഞ്ഞു കഴിഞ്ഞോ? 2 മാസത്തേക്ക് വിശേഷം മുഴുവൻ പറഞ്ഞു തീർത്ത് ഈ സമയം കൊണ്ട്? ബാക്കി പിന്നെ പറയാം അല്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ ക്ലാസ്സും ക്ലാസ് ടീച്ചറും ഫ്രണ്ട്സും? കൊള്ളാം. എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ നമ്മുടെ പ്രവേശനോത്സവം ഫസ്റ്റ് ഡേ ഇൻ സ്കൂൾ? അടിപൊളിയായി അല്ലേ? ഹൈസ്കൂളിലാണ് നമ്മള്. കുറെ പഠിക്കാനുണ്ടാവോ ഇപ്രാവശ്യം? കുറച്ചധികം ഉണ്ടാവും അല്ലേ? അപ്പൊ അതിന്റെ ടെൻഷനൊക്കെ ഉണ്ടോ? ചെറുതായിട്ട്. എന്താണ് ഉണ്ടാവുക, എങ്ങനെ ഉണ്ടായിരിക്കും ഹൈസ്കൂൾ എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് അല്ലേ? അപ്പൊ എന്തായാലും അടിപൊളിയാവട്ടെ. 8ാം ക്ലാസ് അടിച്ച് പൊളിച്ച് ആഘോഷിച്ച് പഠിച്ച് നല്ല മാർക്ക് മേടിക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.